ഹായ് ഓൾ. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് 2008 ഫിനാൻഷ്യൽ ക്രൈസിസിനെ കുറിച്ചാണ്. 2000 ആരംഭത്തിൽ അമേരിക്കയിലുള്ളവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു ഒരു ഭവനം എന്ന് പറയുന്നത്. സ്വാഭാവികമായി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വീട് വെക്കണമെങ്കിൽ എന്താവശ്യമായിട്ടുണ്ട്? നമുക്ക് ലോണ് ആവശ്യമാണ്, അല്ലേ? ബട്ട് അതിനനുസരിച്ച് ക്രെഡിറ്റ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് അന്ന് അത്രത്തോളം അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഫെഡറൽ നാഷണൽ മോർട്ടേജ് അസോസിയേഷൻ നോർമൽ പീപ്പിളിന് ലോൺ കൊടുക്കാം എന്നുള്ള ഒരു ഓപ്ഷൻസുമായി മുന്നോട്ട് വരുന്നു. അതിനായി അവർ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് കുറയ്ക്കുന്നതാണ്. സോ ദാറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നോർമൽ പീപ്പിളിന് എത്ര വേണമെങ്കിലും കടമെടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആകുന്നു. ഇങ്ങനെ നോർമൽ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നു? കട എടുക്കുന്നു. നോർമൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ വളരെ കുറവായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റുകളാണ് അന്ന് പ്ലെഡ് ചെയ്തുണ്ടായിരുന്നത്. ഈ ലോൺ എടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട് അവരെന്ത് ചെയ്തു? വീടുകൾ പണിയാനായിട്ട് ആരംഭിച്ചു. ഹൗസ് പ്രൈസ് എന്ന് പറയുന്നത് നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വാഭാവികമായിട്ടും വർദ്ധിക്കാനായിട്ട് ആരംഭിച്ചു. ഇവിടെ ബാങ്കുകൾ ധാരാളമായി ലോൺ കൊടുക്കുന്നു. അതേപോലെ തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കൂടുതൽ കടന്നു വരുന്നു. അതുപോലെ ഇൻഡിവിജ്വൽസിനും ആവശ്യമായി അവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സും അവർക്ക് ലഭിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു വീടൊക്കെ വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയാണ്, അല്ലേ? അത് സാക്ഷാത്കരിക്കാനായി സാധിച്ച ഏറ്റവും പുണ്യമായിട്ടുള്ളൊരു നിമിഷമായിട്ടായിരുന്നു അന്ന് അവിടെയുള്ള ജനങ്ങൾ അതിനെ ദർശിച്ചുകൊണ്ടിരുന്നിരുന്നത്. പക്ഷേ ഇവിടെ ലോൺ കൊടുക്കുന്ന സമയത്ത് ആരംഭങ്ങളിൽ ഒരു റെഗുലാരിറ്റി അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഇത്രയേ പാടുള്ളൂ അല്ലെങ്കിൽ ഇന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ള ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടായിരുന്നു. അവർ സബ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പ്ലഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഒരു ചെക്കിംഗ് ഏജൻസി, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ കീഴിൽ കൊടുത്ത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരുന്നു ഇവർക്കെല്ലാം തന്നെ എന്ത് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്? ലോൺസ് പ്രൊവൈഡ് ചെയ്തത്. പക്ഷെ അവിടെയും അപ്പോഴും എന്തുണ്ട്? റിസ്കി ഫാക്ടർ ഉണ്ട്, അല്ലേ? പക്ഷേ ഈ റിസ്ക് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഇൻകർ ചെയ്യേണ്ട റിസ്ക് എത്രയാണ് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. മാത്രമല്ല അവർ സറണ്ടർ ചെയ്യുന്ന ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ മുകളിൽ വരുന്ന ഒരു അഷ്വറൻസും നമ്മുടെ ക്രെഡിറ്റ് റേറ്റ് ഏജൻസീസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. എന്നിരുന്നാലും ആ സമയത്ത് എന്ത് സംഭവിച്ചു വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകൾ മൂന്നാമത് ഒരു സഹായഹസ്തം കൂടി അവിടെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ US ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകൾ വഴി ഫണ്ട് റേസ് ചെയ്യാനും പ്രൊവൈഡ് ചെയ്യാനുമായിട്ട് തയ്യാറാകുന്നു. പക്ഷേ ഇത് പോകെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വഴിതെളിയിച്ചു. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സിന് കൂടുതൽ ധനമുണ്ടാക്കണം അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ ഫണ്ട് റേസ് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ഇവർ പറയുന്നു അമേരിക്കൻ ബാങ്കുകാരോട്, യെസ് യു ക്യാൻ പ്രൊവൈഡ് ഇമ്മൻസ് ലോൺ, ഞങ്ങൾ അതിൻ്റെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അധികമായിട്ട് ഇവരുടെ ക്രെഡിറ്റ് ഏജൻസീസ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ് ഒന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ വരുന്ന റിസ്ക് എന്താണോ അത് ഞങ്ങൾ ബെയർ ചെയ്യാനായിട്ട് തയ്യാറാണ് എന്നവർ പ്രോംപ്റ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്ത് വരുന്നില്ല? റിസ്കി ഫാക്ടർ എന്ന് പറയുന്നത് അധികമായിട്ട് വരാനായിട്ടുള്ള ചാൻസ് അവിടെ ഇല്ല എന്നായിരുന്നു അവരുടെ വിശ്വാസം. ഇങ്ങനെ അധികമായി ഇതിൻ്റെ ഒരു പെർവ്യൂവിൽ ഈ ബാങ്കുകാർ ലോൺ കൊടുക്കാനായിട്ട് സന്നദ്ധരാകുന്നു. CRA അതായത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിനെ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. വലിയ രീതിയിൽ നോക്കുകയൊന്നും വേണ്ട. ആരാണോ ലോണിന് അപ്ലൈ ചെയ്യാൻ വരുന്നത് അവരുടെ ഡോക്യുമെൻറ്റ്സിലൊന്നും വലിയ രീതിയിൽ മിസ്റ്റേക്സ് ഒന്നും കണ്ടുപിടിക്കേണ്ട. ഏകദേശം ഓക്കെ ആണെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് നൽകി, AAA സർട്ടിഫിക്കറ്റ് നൽകി അപ്രൂവ് ചെയ്യാനായിട്ട് പറയുന്നു. മാത്രമല്ല കോളട്രൈസ് ഡെപ്റ്റ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നതും ഈ ഒരു ഏരിയയിലേക്ക് അവർ ഇനീഷ്യേഷൻ ചെയ്യുന്നു. ഇനിയാണ് കഥ മാറുന്നത്. എന്ത് സംഭവിച്ചു? സബ് പ്രൈം ക്രൈസിസ് എന്ന് പറയുന്നത് അതിൻ്റെ പീക്ക്ഡ് പീരീഡിലേക്ക് എത്തുന്നു. പല ബാങ്കിൽ നിന്നും ലോൺ വാങ്ങിയവർക്ക് അത് തിരിച്ചടയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ തിരിച്ചതിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് പോലും നടത്താനായി സാധിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ബാങ്ക് തകർച്ചയിലേക്ക് പോകും. വെറും ബാങ്ക് മാത്രമല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സിനെ പോലും അത് വളരെ ക്രോണിക് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. ഹൗസ് പ്രൈസിംഗ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ അമേരിക്കയിലെ ഹൗസിംഗ് ലോൺ മാർക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ തകർച്ചയിലേക്ക് തന്നെ അത് നയിക്കുകയാണ് ചെയ്തത്. ഇൻവെസ്റ്റ്മെൻറ്റ് ലോസ് അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സും ഇതിൻ്റെ മുഖ്യധാരകളിൽ ആയി. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സിന്
ബാങ്കുകൾക്ക് അല്ലെങ്കിൽ US ബാങ്കുകളിലേക്ക് തിരിച്ച് പൈസ അടയ്ക്കാനോ അല്ലെങ്കിൽ അവർ അഷ്വറൻസ് നൽകിയ ഒരു സിസ്റ്റം പ്രകാരം നിലനിൽക്കാനായിട്ടോ സാധിച്ചില്ല. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നതും തകർച്ചയിലേക്ക് പോയി. സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് വരെ സംബന്ധിച്ചു. നമുക്കറിയാം ലേമാൻ ബ്രദറിൻ്റെ ആ ഒരു സിസ്റ്റമൊക്കെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അവർ ഫേസ് ചെയ്ത ഇഷ്യൂസ് എല്ലാം തന്നെ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചിട്ടും ഉള്ളതാണ്. ഇൻഷുറൻസ് കമ്പനീസ് ഒരു അഷ്വറൻസ് ആയി നിന്നിരുന്നു. അതായത് ഇങ്ങനെ ലോൺ എടുക്കുന്നവർ സപ്പോസ് തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ വി ആർ റെഡി ടു പേ എന്നുള്ള രീതിയിൽ ഒരു അഷ്വറൻസ് ആയിട്ടൊക്കെ നിലനിന്നിരുന്നു. എങ്കിലും അവർക്ക് പോലും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത രീതിയിൽ, സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ മാർക്കറ്റ് കൊളാപ്സ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനെ തുടർന്ന് അമേരിക്കൻ എക്കണോമി എന്ന് പറയുന്നത് ക്രാഷ് ആകുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും എന്താണ് സംഭവിച്ചത്? ഒരു ഗ്രീഡിനെസ് തന്നെയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ആയിട്ട് വന്നത്, അല്ലേ? തുടക്കത്തിൽ വളരെ റെസ്പോൺസീവായി അല്ലെങ്കിൽ വളരെയധികം അഷ്വറൻസോട് കൂടി വളരെ സിസ്റ്റമാറ്റിക് ആയി ചേർന്ന ഒരു മാർക്കറ്റ് സ്ട്രക്ചറിനെ ഇല്ലാതാക്കി എങ്ങനെ നമ്മുടെ ഇൻട്രസ്റ്റ്, അതായത് തുടക്കത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? വളരെ അഷ്വറൻസോട് കൂടി ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായി പ്ലഡ്ജ് ചെയ്തുകൊണ്ടായിരുന്നു ഈ ഒരു മെക്കാനിസം നടപ്പിലാക്കിയത്. എന്നാൽ പിൻകാലത്ത് ഇതിനെന്താണ് സംഭവിച്ചത്? ഇവിടെ മാർക്കറ്റ് കൊളാപ്സിലേക്ക്, ഒരു ഗ്രീഡിനെസ് കാരണം അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് കിട്ടണം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓപ്ഷൻസ് കൂടുതൽ കിട്ടുമെന്നുള്ളൊരു അഷ്വറൻസ് വെച്ച് ഫണ്ട് കൂടുതലായി റേസ് ചെയ്യാനായി അവർ പ്രോംപ്റ്റഡ് ആകുന്നു. അപ്പോൾ അതും എന്തിന് ക്രിയേറ്റ് ചെയ്തു? ഒരുപാട് തരത്തിലുള്ള ഇഷ്യൂസിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് സബ് പ്രൈം ക്രൈസിസ് എന്ന് പറയുന്നത്.